വെൽക്കം ബാക്ക് ഹൂസ് ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഹൂസ് ഗെയിമിൻ്റെ പുത്തമ്പഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ അടുത്ത സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീരീസ് നമുക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് നമുക്ക് നമ്മുടെ വില്ലേജ് കത്തിച്ചിറങ്ങി. ഗൈസ് ഞാനല്ല കത്തിച്ചിറങ്ങിയ എൻ്റെ ഒരു ഫ്രണ്ട് കയറി ഇത് മൈൻക്രാഫ്റ്റ് കളിച്ചത് എൻ്റെ വില്ലേജ് കയറി ആകെ നശിപ്പിച്ച് സാധനങ്ങളെല്ലാം പൊട്ടിച്ചിറങ്ങി. ഗൈസ് പിന്നെ ഞാനിപ്പോൾ ജീവിക്കാനും പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വേൾഡ് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഗൈസ് ഈ വേൾഡ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വലിയൊരു പ്ലെയിൻസിലാണ് ജയിച്ചത്. പിന്നെ ഞാനാണെങ്കിൽ കുറേ ദൂരം നടന്നു വന്നുകൊണ്ട് ഈ ഒരു മല കണ്ടുപിടിച്ച്. ഈ ഒരു മലത്തിൽ ഒരു ഗുഹ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുഹയാണ് എന്നെ ഇന്നത്തെ ബേസ്. ഫ്യൂച്ചർ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പണിയുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും സ്റ്റെപ്പൊക്കെ സെറ്റാക്കി. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ട്, അത് വന്നപ്പോഴും സെറ്റായി. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുവച്ച് കഴിക്കാനുള്ള സ്ഥലമാണ്. രണ്ട് ഇതുണ്ട്, കഴിഞ്ഞ് പശുവിൻ്റെ ഇറച്ചി വിട്ട്. പിന്നെ അടുത്തതായിട്ട് വലിയൊരു കേവ് അങ്ങോട്ട് പോകുന്നത്. കേവല്ല ഇത്, സത്യം പറഞ്ഞ ഒരു കേവിൻ്റെ അകത്തോട്ട് പോകുന്ന ഒരു വഴി എന്ന് പറയാം. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഒരു തുറന്ന പ്ലേസ് ആണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ആ എൻ്റെ ബേസ് കാണാം. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആയിട്ട് ഞാൻ 2 ആടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് കളർ മാറിയതാണ്, ഡൈ ചെയ്തത് ഡൈ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഞാൻ വന്നപ്പോഴേ കുറേ അയനും പൊട്ടി ടോർച്ച് ഉണ്ടാക്കാനുള്ള കോള് കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഇതിനകത്ത് നിറച്ച് ഞാൻ സാധനമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ വുഡിട്ട് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് വലിയൊരു വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഇവിടെ നിന്ന് കുറേ ഡ്രൗണിനെ കൊല്ലാൻ നോക്കി, പക്ഷേ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് എല്ലാ ബയോമും നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്ലെയിൻസ് കിട്ടും, ജംഗിള് കിട്ടും. സവാനയിലാണ് ഞാനിപ്പോൾ ബേസ് വെച്ചേക്കുന്നത്. സവാനയും എന്ത് ഞാൻ പറയുന്നത് വിറ്റ് ഹണ്ടൊക്കെ ഉള്ള സ്ഥലം. അതുകൊണ്ട് അത് സോമ്പ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പകുതി ബയോമ എൻ്റെ ഇവിടെ ഈ ഒരു സീഡിലുണ്ട്. അപ്പോൾ ഈ സീഡ് ഞാൻ കമൻറ്റിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചു തരാം സീഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസ് ചെയ്യുന്ന സ്ഥലം. ഇത്രയാണ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇന്നത്തെ കുറച്ചും കൂടെ ഒന്ന് ഫുഡ് ഉണ്ടാക്കാം. പിന്നെ ചെറിയൊരു ഫാം സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ആയിട്ട് ചെറിയൊരു ഫാം സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി, പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഫുഡെല്ലാം എടുത്ത് വെച്ച് ഞാൻ കുറേ കാര്യങ്ങളാണ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു റൂയിൻ പോർട്ടലും കണ്ടുപിടിച്ച് എല്ലാ സാധനങ്ങളും സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൊണ്ടൊന്ന് കഷ്ടപ്പെട്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ആയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് സെറ്റാക്കാനുള്ള അയണൊന്നും എൻ്റെ കിട്ടിയിട്ടില്ല. കുറേ അയണിങ്ങിട്ട് എനിക്ക് ആ ഒരു റൂമിൻ്റെ പൊട്ടലിൽ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ അത് വെച്ച് ഞാനിപ്പോൾ ഷീൽഡ് ഉണ്ടായി, കാരണം ഷീൽഡ് അത്യാവശ്യമാണ്. വല്ല മോബ്സ് വരുവാണെങ്കിൽ സ്കെൽറ്റൻ വരുവാണെങ്കിൽ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ചെറിയൊരു ഫാം സെറ്റാക്കിയിട്ട് പിന്നെ ഒരു ഫുഡ് ഫാം ബ്രീഡ് ചെയ്യാനുള്ളൊരു ഫാം അതുകൊണ്ട് സെറ്റാക്കണം. ഇൻഡീജർ ബ്രീഡൊന്നുമല്ല, നമ്മളെ സാധാരണ ആടിനെ ബ്രീഡ് ചെയ്ത് അത് കുറേ ഫുഡാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫുഡ്. ഓക്കെ, നമുക്ക് ഇത്ര ഫുഡ് മതിയായിരിക്കും തോന്നുന്നു. ഓക്കെ, എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കുറച്ചുകൂടെ ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. പിന്നെ സീഡ് പറയുന്നുണ്ട് അതെന്നാ ഇതിനകത്ത് വെച്ച് നമ്മൾ എൻഡറാഗനെ കൊന്നിരിക്കുന്നത്. ഇത് ഈസിയിൽ കിടക്കുന്നത്. ഞാൻ ഒന്നും നോക്കത്തില്ല, എൻഡറാഗനെ കൊല്ലും. കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. അതിന് കുറേ ആണൊക്കെ കണ്ടുപിടിക്കണം. അതാണ് ഓഫ് ക്യാമറയിൽ ഇതിനകത്ത് കാണിക്കാറ്റില്ല, കാരണം കുറേ ഇതാവും. കുറേ നേരം ഈ ലോങ് വീഡിയോ പോകുകയാണെങ്കിൽ പെട്ടെന്ന് റെക്കോർഡർ ഇരുന്നാകും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വെച്ചിട്ട് ഫാമിനെ സെറ്റാക്കുന്ന ഹോയും പോട്ട് ട്രാപ്പ് ഡോറും പോട്ട് ഇത് എന്തായാലും ഫെൻസ്. ഓക്കെ, ഫെൻസ് ഉണ്ടാക്കാൻ സ്റ്റിക്കും വേണം, ഫുഡും വേണം. അപ്പം ഹെൽമെറ്റൊന്നും ഉണ്ടാക്കാൻ ഞാനില്ല. ഓക്കെ, 2 അയണിട്ട് കൊണ്ട് ഞാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വെച്ച് ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, പ്ലാങ്ക്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിപ്പോൾ നമുക്ക് വൈറ്റ് അടിച്ചെടുക്കുന്നത് റെഡ് അടിച്ചെടുക്കുന്നത് ഇതാണ്. ഓക്കെ, റെഡ് അടിച്ചെടുക്കാൻ മാറിയിട്ടാണ് നമുക്ക്. അപ്പോൾ ഇത് വെച്ച് പിന്നെ ഫസ്റ്റ് ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഒരു ഗേറ്റ് ഉണ്ടാക്കി ഇനി ബാക്കിയുള്ള 9 ആഫ്രിക്കൻ ഫെൻസാണ് അങ്ങനെ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ചെറിയൊരു കൂടങ്ങ് പണിയാം. അപ്പോൾ അവിടെ ആയിട്ടാണെങ്കിൽ കൂട് പണിയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫെൻസ് തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. എന്തിനാണാവോ മഴ അങ്ങ് പെയ്യാണ്. ഇത്ര നേരം മഴ പെയ്യണ്ടായിരുന്നു, ഇപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്.
ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇത് കുറച്ച് ബോറടിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു കേവാണെന്ന് തോന്നുന്നത്. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരും? കേവും വരാൻ പാടില്ല. ഒരു കാര്യം, ഞങ്ങൾക്ക് കേവ് ഫുള്ളങ്ങ് അടയ്ക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും മാത്രമേ തുറക്കാം. ഇവിടെ ആണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരു സ്കെച്ചിനൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ കുറേ സോംബി കയറി വന്ന് ആകെ പണിയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആയി പോയി. ഓക്കെ, കുറച്ച് ലൈഫൊക്കെ അങ്ങ് പോയി. ഓക്കെ, നമുക്കൊരു കാര്യം ഇതൊക്കെ അടച്ചിട്ടില്ല, കൂട്ടിയൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഫാം ഏരിയ വരും. അപ്പോൾ ഫാം ഏരിയ മൈനിങ് ഏരിയ ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ടാക്കും. അത് ചിലപ്പോഴേ ഉള്ളൂ കാര്യം. നമുക്ക് അവിടെ തന്നെ മൈനിങ് ഏരിയ ആക്കണമെന്ന് എനിക്കുള്ളത്. പിന്നെ ഫീച്ചർ കൊണ്ട് അതെനിക്കൊരു ബോട്ടാക്കണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഫാമിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം. ഇവിടെ ആയിട്ട് കുറേ ഡർട്ടൊക്കെ ഇടണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ആയിട്ട് ഡർട്ട് എടുത്ത് വെക്കണമല്ലോ. ഡർട്ട് ഞാൻ കൊണ്ടുവന്നു നോക്കട്ടെ. ഓക്കെ, ഡർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഡർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഭാഗ്യം. ഓക്കെ, അത് മാറ്റിയിട്ട് എന്നിട്ട് കുറേ നേരം ഇടയ്ക്ക് ബ്രീഡാവാൻ എന്ന് വെച്ചാൽ ഇത് വളർന്നു വരുന്നതാണ്. എനിക്കാണെങ്കിൽ ഇതായിട്ട് ബോണൊന്നും കിട്ടിയിട്ടില്ല. ബോണൊക്കെ കിട്ടണമെങ്കിൽ കുറേ നേരം എടുക്കും. ഞാൻ കുറേ സ്കെൽറ്റനെ കൊല്ലേണ്ടി വരും ഒരു ബോണ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് മൊബൈൽ സ്റ്റക്കായതിനാൽ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു ഗൈസ്. അത് ഗൈസ് അങ്ങനെയാണ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. ഓക്കെ, ബാക്കോട്ടാവ്. ഓക്കെ, അതിനങ്ങ് തീർക്കട്ട്. ഇതെന്താ സ്റ്റക്കായിരിക്കുന്നത്? ചെറുതായിട്ട് ലാഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോണ്. ശരിയാവ്. ബാക്കോട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് സോറി ഗൈസ്, അത് ചെറുതായിട്ട് ലാഗ് അടിച്ചു, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നത്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് വീട്ടിലിട്ട് പോയിട്ട് ഈ പരിപാടിയൊക്കെ തുടങ്ങണം. എൻ്റെ ഒരു സീഡൊക്കെ ഇരിപ്പുണ്ട്. എന്തൊരു ലാഗിത്. ഓക്കെ, ലാഗൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, പച്ച പിടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ എന്നിട്ട് ഒരു ഹോയ് ഉണ്ടാക്കിയിട്ട് സീഡും എടുത്തോണ്ട് വരാം. മച്ചാൻ എങ്ങോട്ട് പോകുന്നു? ഓക്കെ, ലാഗൊന്നും തീർന്നില്ലേ? ഇത് കുറേ നേരം എടുക്കുമല്ലോ. ഞാനത് കട്ട് ചെയ്യണം കിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഇത്ര നേരം ലാഗ് ആയിരുന്നു, നല്ല ലാഗുണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ നടത്തേണ്ടി വരും. അതുപോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഹോൾ ഉണ്ടാക്കണമല്ലോ, സ്റ്റിക്കും ഇല്ല. ഓക്കെ, ഒരു വുഡൻ ഹോൾ തന്നെ ഉണ്ടാക്കാം, അതാണ് നല്ലത്. സ്റ്റിക്കില്ലാത്ത സ്ഥിതിക്ക് വുഡൻ ഹോൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത വീഡിയോക്കത്തെ ലാഗൊക്കെ കളഞ്ഞിട്ട് വരാം. സ്റ്റൂൾസിലോട്ട് വന്ന് നല്ല സ്റ്റോൺ ഹോൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് മതി. സീഡ് എവിടെ ആയിരുന്നു ഞാൻ എടുത്തത്? താഴെയാണെങ്കിൽ അങ്ങ് വരെ പോകണം. ഇതേ മീനതി കാണണേ. ഇനിയിപ്പോൾ താഴെ വരെ സ്റ്റോറേജ് എടുത്ത് വരെ പോകണം. ഓക്കെ, ഇതേ മീനൊന്ന് രാത്രി ആവില്ലേ, കഷ്ടമുണ്ട്. ഓക്കെ, നമുക്കല്ലേ ചീറ്റ് അടിക്കാനാണെങ്കിൽ കുറേ നേരം എടുക്കും. നമുക്ക് ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല, തുളസി വെട്ടി. ഓക്കെ, അടുത്തതെടുത്തേ. മെച്ചാനെ പെട്ടെന്ന്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇതിനകത്ത് തിരിയുന്നുണ്ട്, ഭാഗ്യം. ഞാൻ പെട്ടെന്ന് നിന്നിട്ട് നമുക്കത് നട്ട് വെക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, രാത്രി തന്നെ നമുക്ക് ഓടിപ്പോവാം. ഇവിടെ ഒരു ബോറിംഗ് വീഡിയോ എന്നറിയാം, പക്ഷെ നമ്മൾ 2 ടാസ്ക് ഇവിടെ തീർക്കാൻ പോവാണ്. ഓക്കെ, ഒന്ന് നമ്മളെ ഇതിവിടെ നമുക്ക് ഫുഡും കിട്ടും, ബ്രീഡ് ചെയ്യാനും പറ്റും. കാരണം ആട് തന്നെ തീർന്നു പോയാൽ വേറെ ഫുഡ് റിസോഴ്സസ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി.
എവിടെയോട്ട് ഒരു കുഴി വെച്ചിട്ട് ഇങ്ങോട്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാം, അതാണ് നല്ലത്. തോന്നിയിരിക്കുന്നത് ശരിയല്ലല്ല. ഓക്കെ, ഇങ്ങനെ ഇട്ടേക്കാം, അതാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം ഇങ്ങോട്ടൊക്കെ ഹോൾ ചെയ്ത് നമുക്ക് നന്നാക്കാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ നന്നാക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം ഗൈസ്. അത് ഞാൻ കുറച്ചും കൂടെ നന്നാക്കിയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് സാമുണ്ട് കാണിച്ചു തരാം. അപ്പം അതിങ്ങോട്ട് ഈ ഒരു സീഡ് കൂടെ നട്ടിട്ട് നമ്മൾ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം, ഔട്ടർ പറയാം. ഓക്കെ, ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതാണ്, അപ്പം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും അത് പറഞ്ഞല്ലേ. ഓക്കെ ബൈ.